ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പ്രോഗ്രാമിൽ മല്ലപ്പള്ളി കാരുണ്യ ഭവനിൽ അശരണർക്ക് അഭയകേന്ദ്രമായ മല്ലപ്പള്ളി കാരുണ്യ ഭവന് ഫോമയുടെ നേതൃത്വത്തിൽ ഫോമ പ്രസിഡന്റ് നൽകുന്ന സാമ്പത്തിക സഹായത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഫോമയുടെ പ്രസിഡന്റ് അനിയൻ ജോർജ് ആണ്. അതിലുപരി ഒരു നല്ലൊരു മനുഷ്യശേഷിയായ അനിയൻ ജോർജിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. ആമുഖ പ്രസംഗം നടത്തുന്നതിന് ഫോമയുടെ പ്രസിഡന്റ് അനിയൻ ജോർജിനെ ക്ഷണിച്ചോളൂ. എല്ലാവരെയും ഒറ്റ വാക്കില് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ ദൈവത്തിന് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റില്ല. അതിനുവേണ്ടിയാണ് ഞാൻ വിശ്വസിക്കുന്നത് അമ്മമാരെയും അപ്പന്മാരെയും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം. കാരണം നിങ്ങളെന്ന് പറയുന്നത് കാണപ്പെട്ട ദൈവമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അപ്പനെ അമ്മ കഴിയാതെ ഞങ്ങളുടെ ജീവിതത്തില് മറ്റാരും തന്നെ ഇല്ല. ആ ദൈവം നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടപ്പെട്ട് അതില് ചില വ്യക്തികള് സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുടുംബവും സമൂഹത്തിനും വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ സമൂഹത്തിന് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുന്ന ചില വ്യക്തികളെ നമുക്ക് ഒന്ന് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ബിജു ഈപ്പൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി ഞാൻ കേട്ടറിഞ്ഞ കാലത്തോളം എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോ അവാർഡുകൾ കൊടുക്കുമ്പോൾ പലപ്പോഴും കാണും, ഇന്നയാൾക്ക് ഇന്ന അവാർഡ് കൊടുത്തു, ഇന്നയാൾക്ക് ഇന്ന അവാർഡ് കൊടുത്തു. ശരിക്കും ഇപ്പോൾ അമേരിക്കൻ മലയാളികളുടെ ഫോമയുടെ ഒരു അവാർഡ്, ഒരു ബിഗ് സല്യൂട്ട് ഞങ്ങൾ അമേരിക്കൻ മലയാളികളുടെ നൽകിയാണ്. അദ്ദേഹം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ അത് എത്ര 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 എന്തൊക്കെ പറഞ്ഞു വാക്കുകൾ കൊണ്ട് പറഞ്ഞാലും അത് പറഞ്ഞു തീരാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. ആദ്യമായിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് കണ്ടത്. ഇത്രയും ആൾക്കാർ, ഏകദേശം 200ഓളം അപ്പനമ്മമാര് ഇവിടെ ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞു. ഞങ്ങൾ ഫോമ ഇപ്പം ചെയ്യുന്നത് ഒരു ചെറിയ സഹായമാണെങ്കിൽ പോലും അത് മുന്നോട്ടുള്ള ഒരു സഹായത്തിന് ഞങ്ങൾ വഴിവെട്ടുകയാണ്. ഇന്ന് ഇവിടെ കൊടുക്കുന്നത് അമേരിക്കൻ മലയാളികൾ, പ്രത്യേകിച്ച് മല്ലപ്പള്ളിക്കാർ, എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ അകത്തൊരു ഫോട്ടോ ഉണ്ട്. നമ്മുടെ പ്രകാശ് ജോസഫ്, അദ്ദേഹം ഇവിടെ നിന്നുള്ളതാണ്, ചെറിയാച്ചന്റെ കുടുംബത്തിൽപ്പെട്ടതാണ്. അദ്ദേഹവും മനോജ് വർഗീസ് ഇവിടെ തൊട്ടടുത്ത് ഫോമയുടെ നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സാണ്. അവര് സ്വരൂപിച്ച, അവര് മുൻകൈയെടുത്ത് ആരംഭിച്ച ഒരു പദ്ധതിയാണ്. ഏകദേശം 3 ലക്ഷം രൂപയാണ് ഇന്ന് നമ്മൾ കൈമാറുന്നത്. ഞങ്ങൾ ഫോമ ഈ കോവിഡ് കാലത്ത് ഒട്ടേറെ കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്തു. എല്ലാം മറ്റും ഞാൻ പറയുന്നില്ല. ഏകദേശം 4 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ ചെയ്തു. നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ കാണും. ഞാൻ തീർച്ചയായിട്ടും പറയാണ്, അമേരിക്കൻ മലയാളികളെ മറക്കില്ല. ഇതൊരു തുടക്കമാകട്ടെ, ഒരു പാന്താവാകട്ടെ. ഇവിടെ ഒത്തിരി സ്റ്റാഫുകളുണ്ട്, അവരെ എല്ലാം ഞാൻ സല്യൂട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ ഈ നിഷ്കളങ്കമായ സേവനത്തിന് എത്ര വാക്കുകൾ പറഞ്ഞാലും മതിയാവില്ല. നിങ്ങളുടെ ദുഃഖങ്ങളിലും സന്തോഷത്തിലുമെല്ലാം ഞങ്ങൾ ഉണ്ടാവും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ഇവിടെ ചെയ്യുന്ന സൽപ്രവൃത്തി അതിന് എങ്ങനെ അഭിനന്ദിക്കണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാനസികമായി ബുദ്ധിമുട്ടുള്ള ഇവിടെ പ്രിയങ്കനായ അനിയൻ ജോർജ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മാതാപിതാക്കളും സഹോദരന്മാരും സഹോദരിമാരും ഒക്കെയാണ് ഇവിടെ കഴിയുന്ന അന്തേവാസികൾ. അവരെ സ്നേഹത്തോടെ പരിചരിക്കുന്ന നല്ല മനുഷ്യരാണ് ഇവിടെ സേവനം നടത്തുന്ന പ്രിയപ്പെട്ടവർ. ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ബിജു, സത്യത്തിൽ അദ്ദേഹത്തെ പോലെ നന്മയുള്ള മനുഷ്യർ, അത്തരക്കാരാണ് സത്യത്തിൽ ഈ നാടിന് അഭിമാനം നൽകുന്നത്. ഇതിനെ സഹായിക്കുന്ന നല്ലവരായ നാട്ടുകാർ ലോകത്തെമ്പാടുമുണ്ട്. അവരുടെ ഒപ്പമാണ് അമേരിക്കയിലെ നമ്മുടെ സഹോദരന്മാർ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഫോമയെ നയിക്കുന്ന അനിയൻ ജോർജിനോടൊപ്പം ഫോമയെ നയിക്കുന്ന പ്രിയപ്പെട്ട എന്റെ നാട്ടുകാരൻ കൂടിയായ ബിജു തോണിക്കടവരും സണ്ണിച്ചായനും ഒക്കെ നേരിട്ട് ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് നമ്മളെ എല്ലാം സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമാണ്. ഇന്ന് പങ്കെടുക്കാത്ത ഫോമയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള
നല്ലവരായ നിരവധി സ്നേഹിതന്മാർ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങുകളെല്ലാം ഇന്ന് കാണുന്നുണ്ട്. ഇവരുടെ വലിയ മനസ്സാണ് 7 ദിവസം കൊണ്ട് 3 കോടിയിലധികം രൂപ. ഇപ്പൊ ഞങ്ങള് മല്ലപ്പള്ളി വെള്ളം കയറിയ കടകൾക്ക് ഒരു ധനസഹായം, അവിടെ വന്ന് ധനസഹായം വാങ്ങിച്ചവർക്ക് പാവപ്പെട്ട ആളുകളാണ്. ലോട്ടറി കച്ചവടം നടത്തുന്ന ആളുകൾ, പച്ചക്കറി കച്ചവടം നടത്തുന്ന ആളുകൾ, ചെറിയ ചെറിയ ബേക്കറികൾ, ചെറിയ ചെറിയ കാപ്പിക്കടകൾ, തയ്യൽ കടകൾ എല്ലാം ഒഴുകിപ്പോയി ഈ മഹാപ്രളയത്തിൽ. അവരുടെ കണ്ണുനീരോടുകൂടിയാണ് ഈ സഹായം അവർ വാങ്ങുവാൻ എത്തിയത്. അത്തര മഹത്തരമായ ഒരു ഉദാഹരണമായിട്ടാണ് ഫോമയെ നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുവല്ലയിൽ 34 വീടുകൾ, വെള്ളം കയറാത്ത വീടുകൾ നിർമ്മിച്ചുകൊണ്ട് ഫോമ വീണ്ടും ലോക മലയാളികളെ അവരുടെ മുമ്പിൽ അത്ഭുതം കാഴ്ചവെച്ചു. അങ്ങനെ എടുത്തു പറയുന്ന ഒട്ടേറെ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ നാടിന്, ലോകത്തിന് അഭിമാനകരമായി തുടർന്നും പ്രവർത്തിക്കാൻ ഫോമയ്ക്ക് ശക്തി ഉണ്ടാവട്ടെ. ഫോമയുടെ തുടക്കം മുതൽ ഫോമയെ നയിക്കുന്ന അനിയൻ ജോർജ് ഈ നാട്ടുകാരനാണ് എന്ന് പറയുന്നത് നമുക്കെല്ലാം അഭിമാനകരമാണ്. അദ്ദേഹം ഫോമയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഫോമ രൂപം കൊണ്ടത്. തീർച്ചയായിട്ടും നമുക്കെല്ലാം അഭിമാനകരമായ പ്രവർത്തനങ്ങൾ കൂടുതൽ മുന്നോട്ട് നടത്താൻ ഇടവരുത്തട്ടെ, കഴിയട്ടെ, ആശംസിക്കുന്നു. ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇരിക്കുന്ന ഏറ്റവും പ്രിയമുള്ള കാരുണ്യഭവൻ ബിജു പപ്പായുടെ മക്കളെ, ഏവർക്കും സ്നേഹവന്ദനം. തീർച്ചയായും വളരെ പ്രശംസനീയമായ ഒരു വേളയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഫോമയെ നയിക്കുന്ന അനിയൻ ജോർജിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം കാരുണ്യഭവൻ സന്ദർശിക്കാനിടയായത് നമുക്ക് എല്ലാവർക്കും വളരെ അഭിമാനത്തോടെ പറയാം. നമ്മുടെ നാട്ടുകാരൻ നമ്മെ സഹായിക്കാൻ കൈത്താങ്ങുമായി എത്തിയിരിക്കുമ്പോൾ അത് സ്നേഹത്തോടെ സ്വീകരിക്കാനായി ഒരുങ്ങിയിരിക്കുന്ന മക്കളുടെ മുഖത്തെ പ്രസരിപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് ഇവിടെയുള്ള ആളുകൾ മുഴുവൻ പേരും കൊറോണ ബാധിച്ചിരുന്ന സമയത്ത് പോലും സധൈര്യം നേരിട്ട് വളരെ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ച ബീച്ചാന്റെ സേവനങ്ങളെ നമുക്ക് ഒരിക്കലും വിസ്മരിക്കുവാൻ സാധിക്കില്ല. ഒത്തിരി പ്രാർത്ഥനയോടെ ആരംഭിച്ച ഈ പ്രസ്ഥാനം എന്നും മല്ലപ്പള്ളിയിലും മറ്റ് രാജ്യങ്ങളിലും സ്ഥാനം നേടിക്കഴിഞ്ഞു. കാരണം അതിലും ബീച്ചാന്റെ സേവന മനോഭാവം. തീർച്ചയായും ഈ സേവനത്തിന് തമ്പുരാൻ 100 മടങ്ങ് പ്രതിഫലം നൽകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഇതിന് സഹായം വിതരണം ചെയ്യുന്ന ഫോമയ്ക്ക് സഹോദരൻ തമ്പുരാൻ 100 മേനി ഫലം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, നമുക്ക് ഓരോ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ഇത്തരം നന്മ നിറഞ്ഞ ഓരോ ആളുകൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ദൈവം തമ്പുരാൻ കൊണ്ട് എത്തിക്കുക. ഇവിടെ ഫോമ എന്ന് പറയുന്ന ഒരു സംഘടനയാണ്, അതിന്റെ പ്രസിഡന്റാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. എനിക്ക് ഇതിനു മുമ്പ് തന്നെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സക്കരിയ വേദിയൊക്കെ വന്നിരുന്നു. നിങ്ങളുടെ സംഘടനയിലെ ആളുകൾ തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു 2-3 മാസം മുമ്പ് നമുക്ക് കുറച്ച് പൈസ ഒക്കെ ഇവിടെ കൊടുക്കുവാനായിട്ട് കഴിയും. നമുക്ക് ഇനിയും പല വഴിക്കായിട്ട് നമുക്ക് ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം മൂലം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരുപാട് പ്രതിസന്ധി ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. കോവിഡുമാണ് ഏറ്റവും നമ്മളെ ബുദ്ധിമുട്ടിലാക്കിയത്. കോവിഡ് അല്ലായിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അവരൊക്കെ പല സംഭാവനകളും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെയും വലിയ ദുരിതം ഉണ്ടായി. എല്ലാവർക്കും കോവിഡ് വന്നു ഈ ഇവിടെ. ആ സമയത്ത് ഗവൺമെന്റിന്റേതായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റേതായിട്ടുള്ള വലിയ ഇടപെടൽ ഉണ്ടായി. ഇവിടെ തന്നെ ഒരു CFLTC ആയിട്ട് പ്രഖ്യാപിച്ച് നമുക്ക് വേണ്ട ഒരു ദിവസം നമ്മളൊന്ന് ഭയപ്പെട്ടെങ്കിലും നമുക്ക് വേണ്ട കരുതൽ ആരോഗ്യ വകുപ്പും ഒക്കെ ചെയ്യുന്നതാണ്. ഇതിന്റെയൊക്കെ ഒരു അർത്ഥം എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം നല്ലത് ചെയ്യുമ്പോൾ അവരോടൊക്കെ ആളുകൾ ഉണ്ടാവും. അങ്ങനെ തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾ ഈ നമ്മളെ സഹായിക്കാൻ വരും. ഇവിടെ ഇന്ന് സഹായിക്കാൻ എത്തിയിരിക്കുന്ന ഫോമയുടെ പ്രസിഡന്റ് അനിയൻ കെ ജോർജിനും അദ്ദേഹത്തോടൊപ്പമുള്ള എല്ലാവരോടും ഒരു നാട്ടുകാരൻ എന്ന നിലയിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തും. യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള ഫോമയുടെ പ്രസിഡന്റ്, നമ്മുടെ എല്ലാം നല്ല സുഹൃത്ത് അനിയൻ ജോർജ്, ഈ സമ്മേളനം
ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാന്യനായിട്ടുള്ള ജില്ലയുടെ രാഷ്ട്രീയ നേതാവ് രാജു എബ്രഹാം എം.എൽ.എ, പ്രിയ കുഞ്ഞുവശിപ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ്, ഇതിന്റെ ഇതുപോലൊരു പുണ്യ സ്ഥാപനത്തിന്റെ നടത്തിപ്പ് വളരെ ക്ഷമയോടെ 10-20 വർഷത്തിലേറെ കാലമായി നടത്തുന്ന പ്രിയപ്പെട്ട ബിജുവിന്റെ, ചെറിയാച്ചനെ, മറ്റ് വേദിയിലുള്ള എല്ലാ ബഹുമാന്യരുമേ, നല്ലവരായ ഇവിടുത്തെ നിവാസികൾ, ഏറ്റവും മഹത്തായ കർമ്മങ്ങളാണ് ഫോമ എന്ന അമേരിക്കൻ മലയാളികളുടെ സംഘടന നമ്മുടെ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാപനത്തെ കൂടുതൽ കരുതുന്നു എന്നത് കൂടുതൽ മഹത്തരമാകും. ഇനിയും നമ്മുടെ ഈ കാരുണ്യഭവൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എപ്പോഴും ഉണ്ടാകണമെന്ന് ഫോമയോട് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അനിയൻ ജോർജിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘടനയ്ക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് അറിയിച്ചുകൊണ്ട് എന്റെ ആശംസകൾ അറിയിക്കുന്നു. ഫോമ എന്ന പ്രസ്ഥാനത്തിൽ ഇന്നിവിടെ വന്ന് നിൽക്കുമ്പോൾ അഭിമാനമുണ്ട്. ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനവുമായി മുന്നോട്ട് വരുവാൻ ഞങ്ങൾക്ക് കൈത്താങ്ങായി നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സഹായിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് ഇവിടെ ഒരു സംഭാവന നൽകുവാൻ ഫോമ തീരുമാനിക്കുമ്പോൾ ഞങ്ങളുടെ നാഷണൽ കമ്മിറ്റി മെമ്പറായ ശ്രീ പ്രകാശ് ജോസഫ് അതിന് മുൻകൈയെടുക്കുകയും നാഷണൽ കമ്മിറ്റി അത് പാസ്സാക്കുകയും അങ്ങനെയാണ് ഈ ഫണ്ട് ഞങ്ങൾക്ക് സ്വരൂപിക്കാൻ സഹായിച്ചത്. ഞങ്ങളുടെ മുൻ നാഷണൽ കമ്മിറ്റി മെമ്പർ സണ്ണിച്ചാൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് അറിയാം എന്ത് ത്യാഗത്തോടെയാണ് ഞങ്ങൾ ഓരോ പ്രവർത്തനങ്ങളും നടത്തുന്നതെന്നുണ്ട്. തുടർന്നും നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഞങ്ങൾ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടാകണം. ഇവിടെ വരുവാൻ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇതിങ്ങനെ കണ്ടപ്പോൾ ഇത് നടത്തുന്ന ബിജുവിനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ജഗദീശ്വരൻ അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും നൽകി ഇതുപോലെ ദുഃഖത്തിൽ കഴിയുന്ന അല്ലെങ്കിൽ പ്രയാസത്തിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളെ കൈത്താങ്ങാകുവാൻ സഹായിക്കട്ടെ എന്ന് മാത്രം അദ്ദേഹത്തിന് ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മകളും തന്നോട് നിർത്തുന്നു. നന്ദി. എല്ലാവരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും പ്രാർത്ഥനയോടും കൂടി ഫോമ സമാഹരിച്ച 3 ലക്ഷം രൂപ ഞാൻ നൽകുകയാണ്. ഇനിയും തീർച്ചയായിട്ടും ഇത് ഞാൻ ഈ എമൗണ്ട് പറയുന്നതിന്റെ കാരണവും ഇതുപോലെയുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചതിന്റെയും കാരണം അമേരിക്കൻ മലയാളികളുടെ കണ്ണ് തുറക്കുവാൻ വേണ്ടിയാണ്. അവിടെ സമ്പദ് സമൃദ്ധിയിൽ ജീവിക്കുന്ന പ്രത്യേകിച്ച് മല്ലപ്പള്ളി, തിരുവല്ല, റാന്നി, കോഴഞ്ചേരി സൈഡിൽ നിന്ന് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ള ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ, കല്യാണങ്ങൾ ആഘോഷിക്കുമ്പോൾ, അല്ലെങ്കിൽ കല്യാണങ്ങൾ നടത്തപ്പെടുമ്പോൾ, വെഡിങ് ആനിവേഴ്സറി നടത്തപ്പെടുമ്പോൾ നിങ്ങളുടെ ഒരു സന്തോഷമായിട്ട് $100 ഈ പ്രസ്ഥാനത്തിന് അയച്ചു കൊടുത്താൽ ഇവിടെയുള്ള 100 കണക്കിന് ഈ വീട്ടിൽ താമസിക്കുന്നവരെ, ഈ ഭവനത്തിൽ താമസിക്കുന്നവരുടെ കണ്ണീരൊപ്പുവാന്, അവരുടെ വിശപ്പടക്കുവാന് സാധിക്കും എന്ന് അമേരിക്കൻ മലയാളികളോട് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ തുക ഞാൻ കൈമാറുകയാണ്. തീർച്ചയായിട്ടും ഈ കോവിഡിന് ശേഷമുള്ള ഈ സമയങ്ങള് ഇനിയും നന്മയുടെ ഒരു വഴിയായിട്ട് കൂടുതൽ സഹായങ്ങൾ നൽകി കൂടുതൽ ആൾക്കാരെ ഈ ഭവനത്തിലേക്ക് ആകർഷിച്ച് ആ ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ അവരെ സന്തോഷത്തോടെ ഒരുക്കുവാൻ ബിജുവിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ തുക ഞാൻ കൈമാറുന്നു. ഞങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തില് കഴിഞ്ഞ വർഷങ്ങൾ 2 വർഷത്തോളമായി കോവിഡ് മൂലം ഞങ്ങൾക്ക് മുട്ടം പുറത്തോട്ട് ഇറങ്ങി പോകാൻ വയ്യ. 200 പേരെയും കൊണ്ട് താമസിപ്പിക്കുമ്പോഴേ ആഹാരത്തിന് പോലും ഒക്കെയും ബുദ്ധിമുട്ട്. ഒരു വീട്ടിൽ പോലും ചെന്ന് ചോദിക്കാൻ വയ്യ. എല്ലാം അന്ന് പ്രതിസന്ധിയായി. ഇവിടെ നിൽക്കുന്നവരെല്ലാം ഓരോ രോഗികളാണ്. ശുശ്രൂഷിക്കാൻ ആളില്ല, ആശുപത്രി കൊണ്ടുപോകാൻ ആളില്ല. ആരോട് പറഞ്ഞാലും പ്രതിസന്ധിയാണ്. അങ്ങനെ ഓരോ ദിവസവും വിഷമിച്ച സമയത്തൊക്കെയും സ്വർഗ്ഗത്തിലെ പരമപരിശുദ്ധനായ തമ്പുരാൻ ഇറങ്ങി വന്നെ നടത്തുന്ന വലിയ അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനിത് തുടങ്ങാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ഈ കൂടെ പോകുന്ന സമയത്ത് ഒരു മാനസിക രോഗിയെ വഴിയിലിട്ട് തല്ലുന്ന കണ്ടപ്പം തല്ലരുതെന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെ അവനെ തല്ലി കാശാമുട്ടം വെട്ടി അടിച്ച് അവനെ താഴെയിട്ടിടത്തുനിന്ന് ഞാൻ എടുത്തോണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 3 മാസം ചികിത്സിച്ച് അവനെ കൊണ്ടുവന്ന് എന്റെ കൂടെ ചേർത്ത് നിർത്തി നോക്കി. ഇങ്ങനെയൊന്നും ആക്കാൻ ഞാൻ ചെയ്തതല്ല. പക്ഷെ എങ്ങനെയോ സ്വർഗത്തിലെ പരമപരിശുദ്ധനായ തമ്പുരാന് ഈ മക്കളെ കുറിച്ച് ഒരു പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നത് കൊണ്ട്
മല്ലപ്പള്ളിയുടെ പ്രദേശത്ത് ഇങ്ങനെ ഒരു ഭവനം ഉണ്ടാകാൻ സാധിച്ചു. മരുന്നിന്റെ ആവശ്യം അതിഭയങ്കരമാണ്. ആരെങ്കിലും ഒന്ന് മരുന്ന് മേടിച്ചു തരാൻ സഹായിച്ചാൽ വലുതായിരിക്കും. ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വരുന്ന കാലങ്ങളിലും കാരുണ്യഭവനിലേക്ക് നിങ്ങളെല്ലാവരും അവർക്കൊരു നേരത്തെ വാക്ക് കൊടുത്താൽ ദൈവം നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം തരും. ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തളത്തിരിക്കുമ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അനുഭവമാണ്. ഞാൻ കഴിഞ്ഞ മാസമാണ് പേപ്പറിലൂടെ വായിച്ചറിഞ്ഞത് ഇവിടുത്തെ എല്ലാ അന്തേവാസികൾക്കും കോവിഡ് പിടിപെട്ടു. പക്ഷെ ഒരു ദൈവത്തിൻ്റെ കരുതലായിരിക്കാം, ആർക്കും തന്നെ ഒരു സീരിയസ് ആയിട്ട് ഒരു രീതിയിലേക്ക് വരാതെ ദൈവം അവരെ നടത്തി. ഇപ്പോഴേ എനിക്ക് തോന്നിയൊരു സന്തോഷം, എൻ്റെ കുടുംബത്തിൽ ബന്ധം ഭക്ഷണം കഴിക്കുന്ന പോലെ ഒരു തോന്നലായി. എന്നിരുന്നാലും അവർക്ക് കുറച്ച് ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ സാധിച്ചു. അത് എനിക്ക് നന്ദി പറയാനുള്ള അമേരിക്കൻ മലയാളികളോടാണ്. നിങ്ങൾ ഇതുപോലുള്ള ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുത്. കാരണം ഇവരൊക്കെ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. അവിടെ നിന്നും എടുത്തുകൊണ്ടുവന്ന് ബിജുവും കുടുംബവും അവരെ പരിപാലിച്ച് അവരുടെ കുടുംബമായിട്ട് വളർത്തിക്കൊണ്ടു പോവുകയാണ്. തീർച്ചയായിട്ടും അവർക്ക് വേണ്ട ഒരു ദിവസത്തെ മരുന്ന് തന്നെ ഞാൻ കേട്ടറിഞ്ഞിടത്തോളം 65,000 രൂപയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു കരുതലോടെ അമേരിക്കൻ മലയാളികൾ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഉള്ള ഇത്രയും ആൾക്കാരെ 200-220 പേരെ നമുക്ക് പരിപാലിക്കാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും അമേരിക്ക വരുമ്പോൾ ഞാൻ ഫോമയുടെ നാമത്തിൽ തന്നെ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കും. പക്ഷേ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ ദിനമാണ്. കാരണം ഇങ്ങോട്ട് നോക്കുമ്പോൾ എത്രയോ ആൾക്കാരാണ് അങ്ങോട്ട് നോക്കുക. അമ്മമാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അവർ വേറൊരു ഹാളിൽ ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരു നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ പൂർണ്ണമായ ഒരു മനസ്സ് നിറയെ സന്തോഷവുമായിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ നിന്നും മടങ്ങുന്നത്. കാരണം കോവിഡ് വന്നു, പ്രളയം വന്നു, ആയിരക്കണക്കിന് ആൾക്കാർ ദുരിതം അനുഭവിക്കുന്നു. എന്നിട്ട് പോലും ഇവരുടെ സന്തോഷം കാണുമ്പോൾ, ഇവരുടെ ആ നിറഞ്ഞ പുഞ്ചിരി കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടാകുകയാണ്. അമേരിക്കൻ മലയാളികൾ ഒത്തൊരുമിച്ചുകൊണ്ട് ഇതുപോലെയുള്ള സംരംഭങ്ങൾക്ക് ചെറിയ കൈത്താങ്ങ് കൊടുക്കണം. എനിക്ക് ഒരു കാര്യം ഈ മഴയത്ത് നിന്നുകൊണ്ടാണെങ്കിലും ചോദിക്കുകയാണ്, ഈ നാട്ടിൽ ഇന്ന് വന്നത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം, ഒരു രത്ന ചുരുക്കത്തിൽ എന്താ അനുഭവവേദ്യമായി ഇങ്ങനെ ഇത്രയും പേരെയൊക്കെ കാണുവാനും സഹായിക്കാനും? ഒരു വലിയ പ്രതിസന്ധിയിൽ നമ്മൾ കേരളം നേരിടുമ്പോൾ നമ്മുടെ ദേശത്ത് വന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാനും, കേരളം മൊത്തം ഇനിയും പോവുകയാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള മനസ്സിലുള്ളൊരു ഫീലിംഗ്. ഞാൻ ഇവിടെ വന്നത് ഫോമ നൽകിയ തുക കൊണ്ട് ഏകദേശം വീട് പദ്ധതി ഉൾപ്പെടെ 3 കോടി രൂപയാണ് നമ്മൾ ഇവിടെ ഈ മാസത്തെ ഒരു പ്രൊജക്റ്റിലേക്ക് വരുന്നത്. അവരെന്നെ ഏൽപ്പിച്ച ഒരു പൈസ എനിക്കിത് കണ്ടറിഞ്ഞ് എല്ലാവരിലും നേരിട്ട് കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു കടമയുണ്ട്. നമ്പർ 1. നമ്പർ 2, ഞാൻ ഇന്ന് ഈ ശാലോം കാരുണ്യഭവനിൽ കയറിയപ്പോൾ പറഞ്ഞ ഒരു വാക്കുകൾ ഞാൻ വീണ്ടും പറയുകയാണ്. ചിലർ കുടുംബത്തിനും വേണ്ടി ജീവിക്കുന്നു, ചിലർ സമൂഹത്തിനും വേണ്ടി ജീവിക്കുന്നു, ചിലർ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി ജീവിക്കുന്നു. ഞാൻ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി ജീവിക്കുകയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു കുടുംബത്തെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ സാധിച്ചാൽ അത് നിങ്ങളുടെ ജീവിതകാലത്തെ ആ ഗുഡ് ബുക്കിൽ നിങ്ങൾ എവിടെയോ എത്തുന്നോ അവിടെ ചെല്ലുമ്പോൾ ആ മെറിറ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ കാണും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമുക്ക് ചെറിയ തുകയാണേലും $10 ആണേലും $1000 ആണേലും ഡസൻറ്റ് മാറ്റർ.
ആ കാരുണ്യ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യണം. അതാണ് ഈ കോവിഡും പ്രളയവും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തെല്ലാം ഉണ്ടെങ്കിലും അത് വാഷ് ഔട്ട് ചെയ്ത് പിന്നെ പോകും. പക്ഷേ നമ്മൾ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളല്ലാതെ ഈ ലോകത്തൊന്നും നിലനിൽക്കത്തില്ല. ആ പാഠമാണ് ഞാൻ പഠിച്ചത്. അതാണ് എന്നെ ഒരു പോസിറ്റീവ് എനർജിയായിട്ട് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടാണ് കേരളം എല്ലാ ജില്ലകളിലും പോയി ഈ പ്രളയ ദുരിതത്തിലാണെങ്കിലും എല്ലാവരുടെയും ആ വേദനകൾ കണ്ടറിഞ്ഞ് സമാശ്വസിപ്പിച്ച് നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന ചെറിയ തുകയാണെങ്കിലും അത് നൽകിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. താങ്ക് യു. ഗുഡ് നൈറ്റ്.